ഏവർക്കും നമസ്കാരം. താന്ത്രിക ജ്ഞാനം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഈ ചാനലിലൂടെ നമ്മൾ പ്രധാനമായും ഹൈന്ദവ ആചാരാനുഷ്ഠാനങ്ങളും താന്ത്രികവും മാന്ത്രികവുമായ പാരമ്പര്യ രീതികളെയും അതുപോലെ മനുഷ്യരാശിയുടെ ആത്മീയ വളർച്ചയെയും കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്നു. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ സാത്വിക ഉദ്ദേശത്തോടു കൂടി മാത്രം മനസ്സിലാക്കുക. ഓം നമോ നാരായണായ. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം തമ്പനിയിൽ കൊടുത്തിട്ടുള്ളതുപോലെ തന്നെ കുണ്ടലിനിയെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. കുണ്ടലിനി എന്നാൽ പ്രധാനമായും ഒരു ആത്മീയ ഊർജം ആണെന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. കുണ്ടലിനി എന്ന വാക്ക് സംസ്കൃതത്തിലെ കുണ്ടല എന്ന പദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. കുണ്ടല എന്നാൽ ചുരുണ്ട അഥവാ ചുരുണ്ടി കിടക്കുന്ന എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. കുണ്ടലിനി എന്നത് ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും പരമമായ ഒരു രഹസ്യ സ്രോതസ്സാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ച രഹസ്യം മുഴുവനും നാം വിശ്വസിക്കുന്ന പരബ്രഹ്മമായ ദൈവം ഓരോ മനുഷ്യരിലും കുണ്ടലിനി ഊർജത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ പ്രപഞ്ചം പൂർണ്ണമായും ഊർജത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണല്ലോ. അതുപോലെ ഇന്നും മോഡേൺ സയൻസ് പരമായി തെളിയിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഇപ്പോഴും സംഭവിക്കുന്നു. അതുപോലെ ഇനി അങ്ങോട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇത് പറയാൻ കാരണം നിങ്ങൾ ഓരോരുത്തരും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ കുണ്ടലിനി ഊർജം നിലനിൽക്കുന്നു എന്ന് സാരം. പല ആളുകളുടെയും മനസ്സിലുള്ള തെറ്റായ ധാരണയാണ് കുണ്ടലിനി ഊർജത്തെ ഉണർത്തി പല സിദ്ധികൾ നേടുക, അതുപോലെ നാം ഏവർക്കും അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രം നേടിയെടുക്കുക, പണം സമ്പാദിക്കുക, അങ്ങനെ പലതും. എന്നാൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്തെന്നാൽ ഒരിക്കലും നമ്മുടെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങളാൽ ഒന്നും തന്നെയും കുണ്ടലിനി ഉണർത്തി നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഇനി പല താന്ത്രിക മാന്ത്രിക ക്രിയകളിലൂടെ ഈ ഊർജത്തെ ഉണർത്തിയെടുക്കുവാൻ സാധിക്കും. പക്ഷേ അതൊരിക്കലും സാത്വിക ഉദ്ദേശശുദ്ധിയോടുകൂടി ഉള്ളവയാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ലഭിക്കുന്ന സിദ്ധികളൊക്കെ തന്നെ സാത്വിക ഗുണങ്ങളെക്കാൾ ഏറെ തമോ ഗുണങ്ങൾ നിങ്ങളിലേക്ക് ആവാഹിക്കപ്പെടുന്നു. ഇത് നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. എങ്ങനെയെന്നാൽ നിങ്ങൾ സ്വയം ഏതെങ്കിലും ഒരു വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ സ്വാർത്ഥതാപൂർണമായ ധന ആകർഷണത്തിന് വേണ്ടിയോ പലയിടത്തു നിന്നും ശേഖരിച്ചിട്ടുള്ള പല മന്ത്രങ്ങളും അതുപോലെ തന്നെ മന്ത്രപ്രയോഗങ്ങളും മറ്റ് താന്ത്രിക ക്രിയകളോ ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രം ഫലസിദ്ധി ഉണ്ടാകുന്നത് കാണാം. പക്ഷേ വളരെ വളരെ കുറച്ച് ദിവസത്തേക്ക് മാത്രമാണ് ഈ ഫലസിദ്ധി നിലനിൽക്കുള്ളൂ. എന്നാൽ പിന്നീടുള്ള ഓരോ ദിവസവും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മളെ വിട്ടൊഴിയാതെ നിലനിൽക്കുന്നത് കാണാം. അതുപോലെ ഒരിക്കൽ മന്ത്രപ്രയോഗം നടത്തി ലഭിച്ച ഗുണങ്ങളൊക്കെ തന്നെയും പിന്നീട് അതേ മന്ത്രം എത്ര ജപിച്ചതിന് ശേഷവും ഫലസിദ്ധി ലഭിക്കാതെ വരുന്നു. അതുപോലെ നാം പോലും അറിയാതെ സ്വയം അമിതമായ ചിന്തകളിലേക്കും കൂടെ ഓരോന്നിനെയും ചിന്തിച്ച് സ്വയം വിഷമിക്കുകയും അത് ഡിപ്രഷൻ അഥവാ വിഷാദം പോലെ നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇനി ഓരോ തവണ മന്ത്രപ്രയോഗങ്ങൾ നടത്തുമ്പോഴും നമ്മുടെ ശരീരത്തിലൂടെ കുണ്ടലിനി ഊർജം പ്രവർത്തനം ആരംഭിക്കുന്നു. എന്നാൽ അതോ പൂർണ്ണതയിൽ എത്തുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞ പോലെ മന്ത്രം ജപിക്കുമ്പോൾ പൂർണ്ണ ഫലസിദ്ധിയോ മറ്റും ലഭിക്കാത്തത്. ശരി, വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഒന്നുകൂടി പറയാം. ഒരു കാരണവശാലും സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തി ഫലസിദ്ധിയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ക്രിയാരീതികളും ചെയ്യാതിരിക്കുക. നാം എന്താണ്, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം എന്തായിരിക്കണം എന്നും തുടർന്നുള്ള വീഡിയോയിൽ എനിക്ക് ലഭിച്ച അല്ലെങ്കിൽ പാരമ്പര്യമായി കൈമാറി വന്ന ഈ അറിവ് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരാം. അപ്പോൾ ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. അഹം ബ്രഹ്മാസ്മി.